രാമ നീ എന്തോ നീ ഇവിടെ ഇപ്പോൾ ഞാൻ പ്ലഗ് ക്ലീൻ ചെയ്യുന്നു, വണ്ടി ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്നു. പ്ലഗ് ക്ലീൻ ചെയ്യാനാ? അതിന് കുഴപ്പമൊന്നും കുഴപ്പം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാ? ഇൻഡിക്കേറ്റർ എന്ത് കുഴപ്പം? ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അതെന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? ബാറ്ററിയുടെ പ്രശ്നമാണ്. ബാറ്ററിയുടെ പ്രശ്നമോ? അതെന്ത് പ്രശ്നം? ബാറ്ററിയുടെ അല്ല, അവിടെ നിങ്ങോട്ട് വന്ന കണക്ഷന്റെ പ്രശ്നമാണ്. ബൾബ് ഞാൻ മാറി വയ്ക്കും എന്നിട്ട് കത്തണം. അതെന്താണ് പ്രശ്നം എന്ന്? അത് വല്ല ലൈനും എല്ലാം ഷോർട്ട് ആയതായിരിക്കും, അതായിരിക്കും എന്റെ പ്രശ്നം. അതാണ് പ്രശ്നം. ഓ, ഇൻഡിക്കേറ്റർ മാറാൻ വന്ന വണ്ടിയുടെ പ്ലഗ് ക്ലീൻ ചെയ്യുന്നത്? അത് ചോര് ഇൻഡിക്കേറ്റർ മാറി അവർ 60 രൂപ കിട്ടും. അതിന് വരെ ഞാൻ ഫുൾ ജനറൽ സർവീസ് അങ്ങ് ചെയ്താലേ, എഞ്ചിൻ ഓയിൽ ചേഞ്ച്, പ്ലഗ് ക്ലീനിങ്, ബ്രേക്ക് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പൈസ എത്രയാണെന്ന് പറയാം. ലാഭം വേണ്ടേ? നീ ലാഭത്തിന് വേണ്ടി ചെയ്യണത്. പിന്നെ നമ്മളത് സർവ്വസാമയം ഇവിടെ നടത്തുന്നത്. ഒരാൾ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ആ കംപ്ലൈന്റ് ക്ലിയർ കൊടുക്കണം. ഇവിടെ തന്തപ്പടി എന്ന് കൊട്ടിക്കൊണ്ടിരിക്കണത്, ഒന്നും ചെയ്യാൻ പറ്റാ, ഡെവലപ്മെന്റ് ഇല്ലാത്തത്. ഇത് എന്താടി ബുദ്ധിയല്ലേ ഞാൻ പറഞ്ഞത്? നിനക്ക് ഇതുവല്ല അറിയാമോ? ഇങ്ങനെ നിനക്ക് ഈ പണിവല്ല അറിയാമോ? ഒരു പ്രോ മെക്കാനിക്കായ മിസ്റ്റർ രാമൻ ഉണ്ണിയുടെ അടുത്ത് ചോദിക്കാൻ കൊള്ളാം ചോദ്യം തന്നെ നിങ്ങൾ ചോദിച്ചത്. രാമൻ, ഞാൻ ഒരു കാര്യം പറയാം. ഈ വണ്ടി പണിഞ്ഞു അവസാനം പുതിയ വണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതി വരല്. ഇത് പുതിയ വണ്ടിയാണ്, ഇത് വാങ്ങിച്ചു കൊടുക്കാൻ. ഇത് പഴയ വണ്ടിയില്ല. പഴയതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരല്. പഴയത് വാങ്ങിച്ചു കൊടുക്കണ ഇപ്പം എന്ത് കുഴപ്പം? എന്റെ പൈസ ഒന്നും ഇല്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ചിരിക്കണ? ഇവിടെ എന്ത് സംഭവം നടന്നാലും അവസാനം എനിക്കാണ് അതിന് പാര വരണത്. അച്ഛാ, നമുക്ക് പോവാം. വെറുതെ ഒരു വണ്ടിയുടെ അകാല ചരമത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കണ്ട. ഓ ചെല്ലു മോളെ, അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലു. ചെല്ലാൻ തന്നെ പോണത് കേട്ടാ. കുത്തിക്കളി ഇവിടെ ആവശ്യമില്ലാത്ത ഒന്നും ഇളക്കണ്ടേ. നീ ആ ഇൻഡിക്കേറ്റർ മാത്രം ചെയ്തിട്ട് പോയി. എന്ത്